ഇന്നത്തെ വീഡിയോയിൽ ഫ്രൈഡ് ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം ആ ഫ്ലേവറിലുള്ള ഐസ്ക്രീം എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഓരോ സ്കൂപ്പ് വീതം എടുത്തിട്ട് ഞാനിവിടെ ഒരു ക്ലിംഗ് ഫിലിമിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് എത്ര സ്കൂപ്പ് വേണോ അത്രയും ചെയ്തെടുക്കാം. ക്ലിംഗ് ഫിലിം ഇല്ലെങ്കിൽ ഇതേപോലെ ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുത്താലും മതി. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നേരിട്ട് പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി സെറ്റാക്കി എടുക്കണം. ഇനി ഐസ്ക്രീം ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കണം. ഓവറായിട്ട് ലൂസും ആവരുത്, ഓവറായിട്ട് തിക്കും ആവരുത്. ഇനി ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലേക്സ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ അതിന് പകരം ബ്രെഡ് ക്രംസ് എടുക്കുക. ഞാൻ രണ്ടിലും ചെയ്ത് കാണിക്കുന്നുണ്ട്. ഐസ്ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് കോട്ട് ചെയ്തെടുക്കുക. ഈ ഐസ്ക്രീം കാണാത്ത വിധത്തിൽ മുഴുവനായിട്ടും കോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതേപോലെ ഓരോ ഐസ്ക്രീമും ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കോൺഫ്ലേക്സിലും കുറച്ചെണ്ണം ബ്രെഡ് ക്രംസിലാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് വീണ്ടും ഒരു 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. മൂന്ന് മണിക്കൂറിന് ശേഷം ഈ ഐസ്ക്രീം ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം ഓയിൽ ചൂടാക്കി വെക്കുക. നന്നായി ചൂടാക്കിയ ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം. ഓയിൽ ചൂടായതിനു ശേഷം മാത്രം ഐസ്ക്രീം പുറത്തെടുത്താൽ മതി. എന്നിട്ട് നേരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതിൽ കൂടുതൽ ഫ്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അകത്തുള്ള ഈ ഐസ്ക്രീം ഒക്കെ മെൽറ്റായി പോകും. ഇത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യുകയും വേണം. അപ്പോൾ ഞാനിതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. പുറമേ നല്ല ക്രിസ്പിയും അതേപോലെ നല്ല ചൂടുള്ളതും അകത്ത് നല്ല തണുത്തതുമായ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഐസ്ക്രീം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആദ്യം കാണിച്ചത് കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്ത ഐസ്ക്രീമാണ്. ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.